നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലത്തെ ഒരു കഥ കഥയല്ല. ഞാൻ കഥയൊന്നും പറഞ്ഞിട്ടില്ല, അനുഭവങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനൊരു അനുഭവം പോട്ടർ ഓടുമ്പോണ്ടായി. പോട്ടർ ഓടാന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അലഞ്ഞുള്ള ഓട്ടമാണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഓർഡർ പരമാവധി നമ്മൾ എടുക്കും. കാരണം ഒരു ഓർഡർ കിട്ടട്ടെ. പിന്നെ ചില സമയത്ത് ചെറിയ ഓർഡറുകൾ വിട്ട് വലിയ ഓർഡറുകൾ പഠിക്കുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പരമാവധി അങ്ങനെ ചെയ്യാറില്ല, കിട്ടുന്ന ഓർഡർ എടുക്കും. ചില സമയങ്ങളിൽ നമുക്കിങ്ങനെ ലോങ് ഒക്കെ എഴുതി കാണിക്കുമ്പോൾ അപൂർവമായിട്ട് ചിലപ്പോൾ വിടും. അതായത് 20-25 മിനിറ്റ് അകലെ ചിലപ്പോൾ കാണിക്കും. നമുക്ക് എഴുതിയേക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് എടപ്പള്ളിയിൽ നിൽക്കുന്ന ഞാൻ കുണ്ടന്നൂർ പോയിട്ട് ഒരു പിക്കപ്പ് ചെയ്യണമെങ്കിൽ എത്ര കിലോമീറ്റർ ഓടേണ്ടി വരും അറ്റം പോയിട്ട് എടുക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മളത് പെട്ടെന്ന് എടുക്കാറില്ല. പക്ഷേ അടുത്ത ആൾ എടുക്കും, അത് പെട്ടെന്ന് എടുക്കും. അടുത്ത അവിടെയുള്ള ആളുകൾ എടുക്കും, ആരെങ്കിലും എടുക്കും. അങ്ങനെ എടുക്കാതിരുന്നുണ്ട് നോക്കി, അല്ലാത്ത ഒരു ഓർഡറുകളൊക്കെ എടുക്കും നമ്മൾ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഓർഡർ വന്നു എനിക്ക്. ആ ഓർഡർ ബഹു രസമായിരുന്നു. ഞാനത് വായിച്ചു നോക്കിയില്ല. ഞാൻ വണ്ടിയും കൊണ്ട് അത്യാവശ്യമായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ കുറേ നേരം നിന്നിട്ട് എനിക്ക് ഓർഡറൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് കരുതി, കുറച്ച് നീങ്ങി നിൽക്കാം. ഈ നീങ്ങി നിന്ന് അങ്ങോട്ടോടി വണ്ടിയിൽ കുറേ പെട്രോൾ കത്തുണ്ടോ, അത് സുഹൃത്തുക്കളോട് പറയാമല്ലോ. ഓട്ടോ ഓടുന്ന സമയത്തും ഇത് ഓടുന്ന സമയത്തും സ്ഥലത്ത് കുറേ നേരം നിന്നിട്ട് കിട്ടിയില്ലെങ്കിൽ കുറച്ചങ്ങ് നീങ്ങി നിൽക്കും. അപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി നീങ്ങി നിൽക്കും. അങ്ങനെ അങ്ങോട്ടൊക്കെ ഓടി ഈ ഓട്ടോക്കാർ ഓട്ടം കിട്ടാൻ വേണ്ടി ഓടി നടക്കില്ല, അങ്ങനെയൊക്കെ ഒന്ന് മാറി മറിഞ്ഞൊക്കെ നടക്കില്ല, അതുപോലെ കുറച്ച് പെട്രോൾ കത്തും. അങ്ങനെ പോണ സമയത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഓർഡർ വന്നു. എനിക്കത് വായിച്ച് നോക്കാൻ പറ്റില്ല എന്താണെന്നുള്ളത്. ഞാൻ ഒരു 130 രൂപ വരെയോ 140 രൂപ വരെയൊക്കെ ഓർഡറാണത്. ഞാൻ ചാടി ക്ലിക്കറിലടിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ക്ലിക്കറിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിക്കറിൻ്റെയൊക്കെ ഇത് ഞാൻ മുമ്പത്തെ എപ്പിസോഡുകളിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ അടിയിൽ, അതിൻ്റെ ക്ലിക്കറിനെ കുറിച്ചൊക്കെ. ക്ലിക്കറിലടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് വിരലുകൊണ്ട് ക്ലിക്ക് ചെയ്യണ്ട. പോയിട്ട് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും പെട്ടെന്ന് ഓർഡർ. മറ്റുള്ളവർ എടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പോൾ എല്ലാവരും ക്ലിക്കർ ഉപയോഗിക്കണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിയില്ല. ക്ലിക്കറിലടിച്ചാൽ പെട്ടെന്ന് കിട്ടാറുണ്ട്. ഞാൻ ക്ലിക്കറിലടിച്ചു, ഓർഡർ കിട്ടി. വണ്ടി സൈഡിലോട്ട് ഒതുക്കി, ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡിലേക്ക് ഒതുക്കി നമ്മൾ നോക്കിയപ്പോൾ രസം കണ്ട് ബിവറേജ് കോർപ്പറേഷൻ പിക്കപ്പ്. ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് പിക്കപ്പ് എനിക്ക് ആദ്യമായിട്ട് കിട്ടണതാണ് അത്, അങ്ങനൊരു ഓർഡർ. അപ്പോൾ തന്നെ എനിക്കൊരു കോള് വരാണ് ഇങ്ങോട്ട്. ഹലോ, പോർട്ടറല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു പോർട്ടറാണ്, പറയാം സാർ. അതെ, ഞാനൊരു പിക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ വെച്ചു പോർട്ടറല്ലേ, നമുക്ക് ഒരു 20 കിലോന് താഴെയുള്ള വസ്തുക്കൾ എടുക്കാമല്ലോ, അത് കുഴപ്പമൊന്നുമില്ല സാർ എന്ന് പറഞ്ഞു. നിങ്ങൾ ബിവറേജിൽ പോയിട്ട് എനിക്ക് കുറച്ച് ലിക്കർ മേടിക്കണം. ലീഗലാണോ അല്ലാത്താണോന്നും എനിക്കറിയില്ലത്. പോർട്ടർ ഓടുമ്പോൾ ചെയ്യാൻ പാടുണ്ടോ, ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. ഈ ലിക്കറൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതുവരെ ഒരു 2-3 സ്ഥലത്ത് നിന്നിട്ട് എനിക്ക് ഈ ഓർഡർ കിട്ടിയില്ല. കുറച്ച് നേരത്തേക്ക് മാറി നിന്നപ്പോൾ പോകുന്ന വഴിക്കൊരു ഓർഡർ കിട്ടിയതാണ്. അപ്പം ഞാൻ ഈ ഇയാൾ പറഞ്ഞ സ്ഥലം ഒരു 2 കിലോമീറ്റർ അകലെയാണ്. എനിക്ക് അവിടെ ട്രാഫിക് ബ്ലോക്ക് ഇത്തിരി കുറവാണ്, എടുക്കാം. ഞാൻ പറഞ്ഞിട്ട് അതിന് സാർ അത് എടുക്കാം, വിരോധമൊന്നും ഇല്ലല്ലോ എന്ന് നോക്കിയാണ്. ഇല്ല സാർ, വിരോധമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളവിടെ ചെന്നിട്ട് ബീവറേജിൽ ചെന്നിട്ട് അതിൻ്റെയൊക്കെ ഫോട്ടോ ഒന്ന് എടുത്തിടണം. ഞാൻ പറയുന്ന 2-3 ഐറ്റംസിൻ്റെ അത് അവിടെ ഉണ്ടോയെന്ന് അറിയാനാണ്. ശരി സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാഷ് നോക്കി, ഞാൻ ക്യാഷ് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാം, നിങ്ങൾ അവിടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു.
ശരിയെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഞാൻ അയാൾ പറഞ്ഞ ബ്രാൻഡ് ഒരു 6 കുപ്പി ബിയറും ഒരു ഫുള്ളും ഇന്നും 7 കുപ്പി. ഇത് ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു. ഞാൻ മദ്യപിക്കാത്ത ആളാണ്, ഞാൻ മദ്യപിക്കാറില്ല, എനിക്ക് ഈ ബ്രാൻഡുകളൊന്നും അറിയാനും പാടില്ല. ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു. അയാളെൻ്റെ ക്യാഷ് ചെയ്ത് തന്നു. അപ്പോൾ അയാൾ പറഞ്ഞു പോർട്ടറാന്ന് പറയണ്ട. അപ്പോൾ എനിക്ക് കൂടി ഒന്നുകൂടി സംശയമായി, പോർട്ടറാന്ന് പറയണ്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അതിൽ? ബില്ല് മേടിച്ചു. അപ്പോൾ ഈ 6 കുപ്പി ബിയർ കൊണ്ടുപോകുമ്പോൾ പോലീസ് പിടിക്കുമെന്ന് എനിക്ക് പേടി. പണ്ടെങ്ങോ പറഞ്ഞു കേട്ടിട്ടുണ്ട് 3 ലിറ്റർ കയ്യിൽ വയ്ക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു, ഈ 6 കുപ്പി ബിയർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരുപാട് ആയില്ലേ, പിന്നെ ഫുള്ളും ഉണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ബിയർ കുഴപ്പമില്ല പറഞ്ഞു. ഓക്കെ, ഞാൻ എൻ്റെ ബോക്സിൽ ഫുള്ള് വെച്ചു. സൈഡ് ബോക്സ് ഉണ്ട് എനിക്ക് വണ്ടിക്ക്, ഫുള്ള് വെച്ചു. 2 ബിയർ അതിൽ വെച്ചു. തണുത്ത ബിയറാണ്, എന്ന് വെച്ചാൽ അതിൽ വെച്ചു. ബാക്കി കുപ്പി ബാഗിൽ വെച്ചു, ഫ്രണ്ടിൽ വെച്ചു. വണ്ടി ഓടിച്ച് പോന്നു. അയാൾ പറഞ്ഞ സ്ഥലത്ത് ചെന്നു. വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. അയാൾ എത്രയാ 12-15 നിലയിലാണ് കണ്ട 15. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞില്ല. ഞാൻ അയാളെ വിളിച്ചു. സെക്യൂരിറ്റിയിൽ അവിടെ എഴുതി വെച്ച് കൊടുക്കണം, നിങ്ങൾ ആരാണ്, എൻ്റെ അപ്രൂവൽ മേടിക്കണം അയാളുടെ കയ്യിൽ നിന്ന്. അത് രസം. അതായത് മിക്കയിടത്തും അങ്ങനെ തന്നെ കേട്ടോ എറണാകുളത്ത്. നമ്മുടെ ഫോൺ നമ്പർ ഇതൊക്കെ പറഞ്ഞ് പോർട്ടറാന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ പോർട്ടർ ബുക്ക് ചെയ്ത ആളുകൾ അപ്രൂവൽ തരണം, എങ്കിലും അകത്തേക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്രൂവൽ കിട്ടി. അകത്ത് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം. അയാൾ പറഞ്ഞു, മുമ്പ് ഒരു പോർട്ടറെ ഞാൻ വിളിച്ചു 2 ദിവസം മുമ്പ്. അയാളുടെ അനുഭവം പറഞ്ഞതാ. അവൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു എനിക്ക്. ഇതുപോലെ പൈസ ഇട്ട് കൊടുത്തു ഞാൻ. അവൻ വന്നില്ലെന്ന്. അതായത് അവൻ ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് പോയിന്ന്. ഇയാൾക്കാണെങ്കിൽ പോർട്ടറിൽ പരാതിപ്പെടാനും പറ്റാണ്ടായിപ്പോയി. കാരണം ലിക്കറല്ലേ മേടിക്കാൻ പറഞ്ഞേക്കണേ. ആ പോർട്ടറിൽ ഇങ്ങനെ പരാതിപ്പെടുന്നതും ഒരു പിക്കപ്പ് ചെയ്യാനല്ലല്ലോ പറഞ്ഞത്. അവൻ മേടിച്ചു കൊണ്ടിട്ടാണ് പറഞ്ഞത്. എന്തോ എനിക്കറിയില്ല എൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് അയാൾക്ക് പരാതിയും പെട്ടിട്ടില്ല, അയാൾ കാശും പോയി. അങ്ങനെ പറഞ്ഞതിലും കൂടുതൽ കാശ് അയാൾ തന്നു. അതിന് നമ്മുടെ ഓട്ടത്തിലേയും കൂടുതൽ കാശ് തന്നു. 130 രൂപയുടെ കൂടുതൽ തന്നു. 130-140 രൂപ ഇരട്ടി കാശ് തന്നു. പിന്നെ അയാൾ പറഞ്ഞു, നിങ്ങൾ വല്ല ഭക്ഷണം കഴിച്ചോ? എൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഭക്ഷണമൊന്നും വേണ്ട. അയാൾ വാ കയറ്, വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാളുടെ വൈഫ് അവിടെ മിലിറ്ററി അതിൻ്റെ സെക്ഷൻ്റെ നേഴ്സാണ്. അയാൾ പിന്നെ കഥകൾ പറയാണ്. ഞാൻ പറഞ്ഞു, സാർ കാശ് തരുന്നതിന് മുമ്പ് കഥയൊക്കെ പറയണം, അല്ലെങ്കിൽ കാശ് മേടിച്ച് ഞാൻ അത് ഞാൻ പോയേനെ. ഇയാളുടെ കഥ കേൾക്കേണ്ട വന്നു. അങ്ങനെ ഇത് കൊണ്ടു കൊടുത്തു, ഇരട്ടി പൈസ തന്നു. പിന്നെ അയാൾ എൻ്റെ സ്ഥിരം നമ്പർ മേടിച്ചു, കൈപ്പിടിച്ചു. സ്ഥിരം നമ്പർ നിങ്ങൾ മേടിക്കുമല്ലോ, മറ്റു പോർട്ടർമാരിങ്ങനെ പറ്റിച്ചിട്ടുണ്ട് എന്നെ. അതുകൊണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് കൊണ്ടുവന്നു, അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ തരൂ. എറണാകുളത്ത് നിങ്ങൾ പോർട്ടർ ഓടാൻ വരുമ്പോൾ എനിക്കിത് മേടിച്ച് തരാമോ? പോർട്ടറിൻ്റെ പൈസയും ഇപ്പം തന്ന പൈസ തരാം. ഇപ്പം തന്ന പൈസ എന്ന് പറഞ്ഞാൽ 130-150 രൂപ ഓട്ടത്തിന് ഇരട്ടി പൈസ തന്നേക്കണേ എനിക്ക്. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തു. ശരി, പേഴ്സണൽ ഓട്ടമാണത്, അപ്പോൾ പോർട്ടറിൻ്റെ അല്ല. അപ്പോൾ അങ്ങനെ ഓട്ടം വരുന്നത് നമ്മൾ വിളിച്ചാൽ മറ്റേ പോർട്ടറിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് ചെയ്തിട്ടിട്ട് വേണം ഈ പണി ചെയ്യാൻ. നല്ലൊരു പണിക്കാരൻ്റെ പോലെ ആയി. അപ്പോൾ ഞാൻ ഒരു വട്ടം കൂടി ഞാൻ മേടിച്ചു കൊടുത്തു ഇയാൾക്ക്. ഇതുപോലെ തന്നെ ഒരു രണ്ടാമത്തെ ആഴ്ച പറഞ്ഞു, ഇതേപോലെ പൈസ തന്നു. പിന്നെ അയാൾ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഓടാൻ വരുന്നുണ്ടോ? വാ, എനിക്ക് മേടിച്ച് തരണം. അന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഞായറാഴ്ച ഓടാൻ പോകാത്ത ദിവസമായിരുന്നു. എങ്കിലും ഇയാൾക്ക് വേണ്ടി ഞാൻ ചെന്നു. ഇയാൾക്ക് വേണ്ടി ചെന്നിട്ട് ഒരു ഔട്ട്ലെറ്റ് തുറക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്, ഒരു ചായ കുടിച്ച് അവിടെ നിൽക്കുകയാണ്. അന്നൊരു ഓട്ടമുണ്ടല്ലോ, ഈ പൈസയും മേടിച്ച് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് ഓട്ടമില്ലല്ലോ, പോർട്ടർ ഓടണല്ല, ഇതും കൊടുത്ത് ആ പൈസയും മേടിച്ച് പോവാം. അയാളെ വിളിച്ചു ഞാൻ. ഫോൺ റിങ് ചെയ്യണേ ഇല്ല. ആ നമ്പർ നോക്കി, വാട്സപ്പ് ഇല്ല അതിൽ.
അയാൾ ഗൂഗിൾ പേ ചെയ്ത ആ അക്കൗണ്ടുകൾ അതൊക്കെ ഒന്ന് ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അയാൾ. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അയാളുടെ പേരില്ല, ഫോൺ നമ്പറോ വാട്സപ്പോ ഒന്നുമില്ല. ഈ പറയുന്ന ഈ നിമിഷം വരെ, ലാസ്റ്റ് പോട്ടർ ഓടി നിർത്തി അന്ന് വരെ എനിക്ക് ഇദ്ദേഹത്തിനെ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഉപയോഗത്തിലില്ല എന്നാണ് പറയണേ. ഇയാളുടെ അപ്രൂവൽ ഇല്ലാണ്ട് അവിടെ പോയി നോക്കാനും പറ്റില്ല. ഇയാളുടെ അപ്രൂവലോട് കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ, അപ്പാർട്ട്മെൻറ്റിലേക്ക്. എനിക്ക് പലപ്പോഴും തോന്നി എന്തെങ്കിലും ഇത് പറഞ്ഞ് അതിൽ കയറിപ്പോയി നോക്കായിരുന്നു. എന്തോ രണ്ടാമത് കൊണ്ടു കൊടുത്തപ്പോൾ അയാൾ വർത്താനമൊക്കെ പറഞ്ഞെങ്കിലും അത്ര സുഖകരമായിരുന്നില്ല അയാളുടെ വർത്താനം. ഞായറാഴ്ച എനിക്ക് കുറച്ചുകൂടി മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഭയങ്കര വിഷമം പോലെയാണ് അയാൾ. പിന്നെ ഫസ്റ്റത്തെ ആ ഒരു ഉന്മേഷം അയാളെ കണ്ടില്ല അയാൾക്ക്. പിന്നെ ഫോൺ നമ്പർ ഇന്ന് വരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്തോ അയാൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി. എനിക്കിപ്പോഴും മുഖം നല്ല ഓർമ്മയുണ്ട് അയാൾ തന്ന നമ്പർ ഓർമ്മയുണ്ട്, ഇതെല്ലാം ഓർമ്മയുണ്ട്. അയാളുടെ വളരെ ഇതായിട്ടുള്ള പെരുമാറ്റം, ഭക്ഷണം കഴിച്ചിട്ട് പോവുക, അങ്ങനെ ഫസ്റ്റ് പറഞ്ഞ വിശേഷങ്ങൾ, കുറേ നാൾക്ക് ആരും സംസാരിച്ച പോലത്തെ വിശേഷങ്ങൾ. അയാൾ പൈസ പോയ കഥ, വേറൊരു പോർട്ടർ പറ്റിച്ച കഥ, ഇതൊക്കെ പറഞ്ഞു വലിയ കാര്യമായിട്ട്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു. ഇതുപോലെ പറഞ്ഞപ്പോൾ നിങ്ങൾ എവിടെയാണ് വീട്? അപ്പം ഞാൻ വീട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ചാളും കൂടിയൊക്കെ ഞാൻ ഓടുള്ളൂ, ഞാൻ ബിസിനസ് പ്ലാൻ ചെയ്യേണ്ട, ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ്, അതൊന്നും കൂടി വിപുലീകരിച്ച് ഞാൻ നിർത്താണത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലാണ്. 2-3 ആഴ്ചയും കൂടി ഞാൻ ഓടുള്ളൂ. അപ്പോഴാണ് അയാൾ മേടിച്ച് തരാൻ പറഞ്ഞത്. ഇതുപോലെ ലാസ്റ്റ് എന്തോ മനസ്സിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം മനസ്സിലൊന്നും പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിലോ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഇങ്ങനത്തെ ആളുകളുണ്ട്. മദ്യം മേടിച്ചു കൊടുക്കാൻ പറയുക, മദ്യം മേടിച്ചു കൊടുക്കുക, നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ പേഴ്സണലായിട്ട് മദ്യം മേടിച്ചു കൊടുക്കുക. എല്ലാവർക്കും സാമ്പത്തികം തന്നെയല്ലേ പ്രശ്നം. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, ലീഗലല്ലാത്തൊരു കാര്യമല്ലല്ലോ, സർക്കാർ വിൽക്കുന്ന സാധനമാണല്ലോ, ബില്ലോടുകൂടി മേടിച്ചു കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ആ വ്യക്തി പെട്ടെന്ന് അപ്രത്യക്ഷമായ പോയതിൽ ഒരു വിഷമം. നമുക്കിത്ര കാര്യമായിട്ട് വീട്ടുകാരും നാട്ടുകാരൊക്കെ പുള്ളി ഫസ്റ്റ് പറയും, രണ്ടാമത് കാണുമ്പോൾ വിഷമത്തോടുകൂടി, വലിയ വിഷമമല്ല, എനിക്ക് തോന്നിയതായിരിക്കും, അത് അങ്ങനെ ഇരിക്കും, പിന്നെ വിളിച്ചിട്ട് കിട്ടാതിരിക്കും.